ലാണു പക്ഷി നല്ല അധ്വാനശീലയാണ്. അവളുടെ വീടിന്റെ അടുത്തായി ഒരു കഴുകൻ താമസിച്ചിരുന്നു. കഴുകനാവട്ടെ മഹാമടിയാനായിരുന്നു. ലാണു പക്ഷി ചോദിച്ചു, ഞാൻ ഇര തേടാൻ പോവുകയാണ്. കഴുക, നീ പോരുന്നു എന്റെ കൂടെ? ഞാനൊന്നുമില്ല നിന്റെ കൂടെ. എനിക്ക് ഇന്നേ തീരെ വയ്യ. ഞാൻ കിടന്നുറങ്ങാൻ പോവുകയാണ്. കഴുകൻ നല്ല ഉറക്കത്തിലായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നല്ല ഒരു മണം. കഴുകൻ അത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് നോക്കിയപ്പോൾ ലാണു പക്ഷിയുടെ വീട്ടിൽ നിന്നാണ്. കഴുകൻ ഇങ്ങനെ ചിന്തിച്ചു, ഇവളോട് കൂട്ടുകൂടി ഇവൾ ഉണ്ടാക്കുന്ന ഭക്ഷണമെല്ലാം അകത്താക്കണം. ഒരു ദിവസം ലാണു പക്ഷി തീറ്റ തേടി പുറത്തു പോകുമ്പോൾ കഴുകനും അവളെ പിന്നാലെ പോയി. കുറെ പോയപ്പോൾ ലാണു പക്ഷി ചോദിച്ചു, നീ എന്തിനാ എന്റെ പിന്നാലെ വന്ന് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? നീ നല്ല ഭക്ഷണം ഉണ്ടാക്കുമല്ലോ. നീ എന്നെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമോ? എനിക്ക് നിന്റെ കൂടെ നിന്ന് ആ ഭക്ഷണം ഉണ്ടാക്കുന്നതെല്ലാം പഠിക്കണം. അങ്ങനെ ലാണു പക്ഷി കഴുകനെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോയി. കഴുകന് ഭക്ഷണമെല്ലാം കൊടുത്ത് രാത്രിയായപ്പോൾ രണ്ടുപേരും കിടന്നുറങ്ങി. പിറ്റേ ദിവസം ലാണു പക്ഷി നല്ല ഫിഷ് ഫ്രൈ ഉണ്ടാക്കി. ഇത് കണ്ടപ്പോൾ കഴുകന് ഇങ്ങനെ ചിന്തിച്ചു, ഇവൾ പോയിട്ട് ഇതെല്ലാം അകത്താക്കണം. പിന്നെ ലാണു പക്ഷി കഴുകനോട് ചോദിച്ചു, ഏ കഴുക, നീ പോരെ എന്റെ കൂടെ? നമുക്ക് രണ്ടു പേർക്കും കൂടി ഇര തേടാൻ പോകാം. ഞാനൊന്നുമില്ല. എനിക്ക് ഇന്ന് നല്ല വയറുവേദനയാണ്. നീ പൊയ്ക്കോ ലാണു പക്ഷി. ലാണു പക്ഷി പോയി കഴിഞ്ഞപ്പോൾ കഴുകനെ ചെന്ന് ഫിഷ് എടുത്തു പോകാൻ തുടങ്ങിയപ്പോൾ അതാ വരുന്നു ലാണു പക്ഷിയുടെ ഭർത്താവ്. നമ്മുടെ കഴുക, നീ ഇതിനാണല്ലേ എന്റെ ഭാര്യയുടെ കൂടെ കൂടിയത്? ഇന്ന് നിന്നെ ഞാൻ... ലാണു പക്ഷിയുടെ ഭർത്താവ് കഴുകനെ കെട്ടിയിട്ടു. അപ്പോഴേക്കും ലാണു പക്ഷിയും വന്നു. ലാണു പക്ഷിയോട് ക്ഷമ ചോദിച്ചു. കഴുകന് അവിടെ നിന്നും പോയി.